എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 5 കിലോ ചിക്കൻ ചെറിയ പീസുകളായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിന് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 6 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് തന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടുന്നത് വരെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 5 കിലോ ചിക്കനായിരുന്നു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നോക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ഇട്ടട്ടെ. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. കാരണം നമ്മളിതിൽ മാവൊക്കെ പുരട്ടിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ട് ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന നേരത്തെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു 1.5 കിലോ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. നീളത്തിനല്ല, ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സവാള ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. ഒരു 1/2 കിലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 10 പച്ചമുളകുണ്ട്, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതുപോലെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് വെള്ളത്തിൽ കലക്കി ചേർത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കുറച്ച് ചേർത്തു, പിന്നെ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിന് അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ അളവും നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതൊരു ഗ്രേവി പരുവത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർത്ത് ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ദാണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ.